ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ആളത്രേ. യേശുവിൻ്റെ മന്ദിരമാണ് എൻ്റെ ശരീരം. പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ മന്ദിരമാണ് എൻ്റെ ശരീരം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരം, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരം. പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരം. പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരം. ദുഷ്ട, നിനക്ക് എൻ്റെ മേൽ സ്ഥാനം ഇല്ല. പറഞ്ഞേ, എൻ്റെ ശരീരത്തിലോ എനിക്കുള്ളതിലോ നിനക്ക് ഏതൊരു സ്ഥാനവും, ഏതൊരു സ്ഥാനവും ഇല്ല. പറഞ്ഞേ, ദുഷ്ട, നിനക്ക് എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ ഒരധികാരവുമില്ല. എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മേൽ, എനിക്കുള്ളതിൻ്റെ മേൽ അധികാരം യേശുവിനാണ്. പറഞ്ഞേ, യേശുവിനാണ്. പറഞ്ഞേ, യേശുവിനാണ്. യേശുവിനാണ് എല്ലാ അധികാരവും. യേശുവിനാണ് എല്ലാ അധികാരവും. യേശുവിനാണ്. പറഞ്ഞ എല്ലാ അധികാരവും യേശുവിനാണ്. ശത്രുവിനല്ല അധികാരം, എൻ്റെ ദൈവത്തിനാണ് അധികാരം. അതുകൊണ്ട് വചനപ്രകാരം യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇരുട്ടേ, നിനക്ക് എൻ്റെ മേൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നില്ല, നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? പറഞ്ഞേ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. 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 അമ്മേ, എത്ര സന്തോഷമുണ്ട്. നമ്മൾ ആരാണ് വസിക്കുന്നത്? പാപമല്ല, പിന്നെ യേശു. പറഞ്ഞേ, പാപമല്ല, പിശാചല്ല, ദുഷ്ടനല്ല, ശാപമല്ല, പിന്നെ യേശു അത്രേ വസിക്കുന്നത്. പറഞ്ഞേ, യേശു അത്രേ എന്നിൽ വസിക്കുന്നത്. പറഞ്ഞേ, യേശു അത്രേ എന്നിൽ വസിക്കുന്നത്. പറഞ്ഞേ, യേശു അത്രേ എന്നിൽ വസിക്കുന്നത്. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, 5:1 വായിച്ചേ. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ. നമ്മൾ ആര് സ്വതന്ത്രരാക്കി? ക്രിസ്തു. എന്തിനു സ്വതന്ത്രരാക്കി? ക്രിസ്തുവിൻ്റെ വചനത്താൽ, ക്രിസ്തുവിനാൽ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. അതുകൊണ്ട് നമ്മുടെ മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരമാകും നമ്മുടെ ശരീരം നശിപ്പിക്കുന്നതിന് ആരെ നശിപ്പിക്കും? 17-ാം വാക്യം 1 കൊരിന്ത്യർ 3:17 കിടക്കുന്ന എന്തെന്നാ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിന് ആര് നശിപ്പിക്കും? ദൈവം നശിപ്പിക്കും. പറഞ്ഞേ, എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഇരുട്ടേ, പറഞ്ഞേ, എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഇരുട്ടേ, നിന്നെ ദൈവം നശിപ്പിക്കും. പറഞ്ഞേ, നിന്നെ ദൈവം നശിപ്പിക്കും, നിന്നെ ദൈവം നശിപ്പിക്കും, നിന്നെ ദൈവം നശിപ്പിക്കും. ഇനി ഗലാത്യർ 5:1 വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ. അതിൽ ഉറച്ച്, ആരിൽ ഉറച്ചു നിൽക്കണം? ക്രിസ്തുവിൽ. പറഞ്ഞേ, ഞാൻ ഉറച്ചു നിൽക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനി നമ്മൾ പാപത്തിനല്ല അടിമ, യേശുവിൻ്റെ അടിമ. പറഞ്ഞേ, ഞാൻ പാപത്തിനല്ല അടിമ, യേശുവിൻ്റെ അടിമ. പറഞ്ഞേ, ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, യേശു ക്രിസ്തുവിൻ്റെ അടിമ. പറഞ്ഞേ, ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, ശാപത്തിൻ്റെ അടിമയല്ല, ലോകത്തിൻ്റെ അടിമയല്ല, ഇരുട്ടിൻ്റെ അടിമയല്ല, അന്ധകാരത്തിൻ്റെ അടിമയല്ല, ദുർഭൂതങ്ങളുടെ അടിമയല്ല, യേശു ക്രിസ്തുവിൻ്റെ അടിമ. പറഞ്ഞേ, പ്രഖ്യാപിച്ചേ, ഒന്ന് ഒക്കെ പ്രഖ്യാപിച്ചേ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമ. പറഞ്ഞേ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമ, യേശു ക്രിസ്തുവിൻ്റെ മകൻ, യേശു ക്രിസ്തുവിൻ്റെ മകൾ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി. പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എത്രേ? പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എത്രേ? ഞാൻ. പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എത്രേ? ഞാൻ. യേശുവിൻ്റെ മണവാട്ടി എത്രേ? ഞാൻ. പറഞ്ഞേ, യേശു വരുമ്പോൾ ഞാനും കയറിപ്പോകും. പറഞ്ഞേ, യേശു വരുമ്പോൾ ഞാനും കയറിപ്പോകും. പറഞ്ഞേ, എൻ്റെ പേര് അവിടെ ഉണ്ട്. പറഞ്ഞേ, പ്രഖ്യാപിച്ച്, എൻ്റെ പേര് ആ ജീവപുസ്തകത്തിലുണ്ട്. പറഞ്ഞേ, എൻ്റെ പേർ ആ ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ യേശു വരുമ്പോൾ കയറി പോകും. ഞാൻ യേശു വരുമ്പോൾ കയറി പോകും. പറഞ്ഞേ, എനിക്ക് അവിടെ ഭവനമുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ഭവനമുണ്ട്. എൻ്റെ കർത്താവ് കൈപ്പണിയില്ലാത്തൊരു ഭവനം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. യേശു വരുമ്പോൾ ഞാൻ യേശുവിനോടൊപ്പം കയറി പോകും. പറഞ്ഞ, യേശു വരുമ്പോൾ ഞാൻ യേശുവിനോടൊപ്പം കയറി പോകും. ഹല്ലേലൂയ.
ഇനി നമുക്ക് എബ്രായർക്ക് ലേഖനത്തിലേക്ക് പോകണം. എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് സ്വത്രം കർത്താവിനായി ജീവിച്ച ഒരുപാട് മക്കളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 32-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന, സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ വിളിച്ച് വേദനിച്ച് ഒന്നിനെ കുറിച്ച് എന്തെങ്കിലും വിചാരപ്പെടരുത്. ധൈര്യത്തോടെ പറയണം, ഞാൻ സ്വർഗത്തിലെ പൈതലത്രേ, ഞാൻ ഭൂമിയിലെ പൈതലല്ല. ഇപ്പൊ എവിടെയാ? സ്വർഗത്തിലെ ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളാ എവിടത്തെ പൈതലാ? സ്വർഗത്തിലെ പൈതലത്രേ. പറഞ്ഞേ, സ്വർഗത്തിലെ പൈതൽ. ഞാൻ സ്വർഗത്തിലെ, പറഞ്ഞേ, യേശുവിന്റെ മകനത്രേ, യേശുവിന്റെ മകളത്രേ, സ്വർഗത്തിലെ പൈതലത്രേ. അതുകൊണ്ട് ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ കഴിയോ? ഇല്ല, തൊടാൻ കഴിയും. പറഞ്ഞേ, ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല, കാരണം ഞാൻ യേശുവിന്റെ പൈതലത്രേ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ പൈതലാകുന്ന നമ്മളെ ശത്രു പലപ്പോഴും എന്തെങ്കിലും വിടാൻ നോക്കും. പേടിക്കണ്ട, കർത്താവ് കൂടെ ഉണ്ട്. വായിച്ചേ 10-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം വായിച്ചേ. മുതൽ അങ്ങോട്ട് താഴോട്ട് വായിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും ഊത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ദൈവമക്കൾ അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ എൻ്റെ അപ്പന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അവര് പട്ടുമെത്തയിലായിരുന്നില്ല ജീവിതം. ഇന്നും എത്രയോ അനേക ദൈവമക്കൾ എവിടെ കിടക്കുക? ജയിലറക്കകത്ത് കിടക്കുകയാണ്. എന്തിനു വേണ്ടി? യേശുവിനെ വിളിച്ചു പറഞ്ഞ ഒറ്റ കാരണത്താൽ. ഹല്ലേലൂയ. യേശു കർത്താവിനെ വിളിച്ചു പറഞ്ഞ ഒറ്റ കാരണത്താൽ എവിടെ കിടക്കുന്നു? ജയിലറക്കകത്ത് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? സ്വർഗം അത്രയ്ക്ക് വിലയാണ്. യേശു അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ മകനായി മകളായി മാറുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ആ നാമത്തിന് മേലായ ഒരു നാമമില്ല. ആ നാമത്തിന്റെ മുമ്പിൽ സകലരും മുട്ടുമടക്കിയേ തീരൂ. ആ നാമം സകല നാമത്തിനേക്കാളും ഉന്നതമായ നാമമാകയാൽ ആ തിരുവചനം വിളിച്ചു പറയുമ്പോൾ ദേശത്തിൽ അനേകർക്ക് വിരോധം വരുമ്പോൾ കർത്താവിന്റെ മക്കളെ തടവിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർ കർത്താവിന്റെ യേശു ക്രിസ്തു കർത്താവെന്ന് മരണം വരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? മരണം വരെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന്? യേശു മാത്രം കർത്താവെന്ന് മരണം വരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരണം വരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിച്ചാലും കുഴപ്പമില്ല. ചെറുപ്പക്കാർ സ്തോത്രം നക്സലേറ്റുള്ള ദേശങ്ങളിൽ യേശുവിനെ കുറിച്ച് വിളിച്ചു പറയാൻ പോകുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, മോനെ നീ അങ്ങോട്ട് പോണ്ട, മോളെ നീ അങ്ങോട്ട് പോണ്ട. അനേക ചെറുപ്പക്കാർ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് സ്തോത്രം, യേശുവിന് വേണ്ടി മരിച്ചാലും കുഴപ്പമില്ല, ഒരിക്കലെങ്കിലും യേശു നിനക്കായി മരിച്ചെന്ന ദേശത്ത് കയറി പറയണം. ഇങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം എന്താ? സ്വർഗം അത്ര അനുഗ്രഹമാണ്. യേശു അത്രയും വിലപ്പെട്ടവനാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പോലെ വേറൊരു നാമം, ഹല്ലേലൂയ, സൗന്ദര്യം പരത്തുന്ന നാമമുണ്ടെങ്കിൽ യേശുവിന്റെ നാമമേ ഉള്ളൂ. പാട്ടുകാരൻ പാടി, പകർന്ന തൈലം പോൽ നീ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പകർന്ന തൈലം പോൽ നീ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പാഴി ദൂഷി നിന്ന നേരു എന്നെ സുഗന്ധമായി മാറ്റിയിടണേ, പാഴി ദൂഷി എന്നെ സുഗന്ധമായി മാറ്റിയിടണേ, ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുകരം നീട്ടി എടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവരെ, തിരുകരം നീട്ടി എടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവരെ. വാഴ്ത്തുമേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ.
പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഹല്ലേലൂയ. അത്രയ്ക്ക് വിലയുള്ളതാണ് യേശു, അത്രയ്ക്ക് പവിത്രമാണ് സ്വർഗം, അത്രയ്ക്ക് വിലപിടിപ്പുള്ളതാണ് നമ്മുടെ അപ്പച്ചൻ, അത്രയ്ക്ക് വിലപിടിപ്പുള്ളതാണ് അപ്പൻ്റെ ആത്മാവ്, അത്രയ്ക്ക് വിലപിടിപ്പുള്ള ആ നിത്യത നമ്മൾ നഷ്ടമാക്കാതിരിക്കുവാൻ യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്. മക്കളെ, പല പ്രശ്നങ്ങൾ ഒരുപക്ഷെ വരാം, ഈ പ്രശ്നത്തിലൊന്നും നീ വീണു പോകല്ലേ. ഈ പ്രശ്നം ഒന്നിൻ്റെയും അവസാനമല്ല, ഈ പ്രതിസന്ധി ഒന്നിൻ്റെയും അവസാനമല്ല. നീ ഇവിടെ ഒരിടത്തും എന്ത് ചെയ്യില്ലേ, വീണു പോകരുത്. ചിലപ്പോൾ പ്രതിസന്ധികളിലൂടെയൊക്കെ നടന്നു പോകേണ്ടി വരും, ഭയപ്പെടരുത്. കർത്താവ് കൂടെയുണ്ട്. ഏത് നമുക്ക് ദൈവം ഏൽപ്പിക്കുമ്പോഴും അത് വിശ്വസ്തയോടെ എന്ത് ചെയ്യണം, ചെയ്യണം. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എന്ത് ഏൽപ്പിച്ചാലും, സൺഡേ സ്കൂളാകട്ടെ, ഒരു യൂത്ത് മീറ്റിംഗ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഏത് ആരാധനയാകട്ടെ, ഏത് ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോഴും അതിന് വിശ്വസ്തത വേണം. ആമേൻ. കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തതയോടെ ചെയ്താൽ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അയാൾ അധികത്തിലും ദൈവം എന്ത് ചെയ്യും, വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനായാൽ ആ വ്യക്തിയെ ദൈവം അധികത്തിന് എന്ത് ചെയ്യും, വിചാരകനാക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി വചനപ്രകാരം ജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിലയ്ക്ക് വാങ്ങിയ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്ന നമ്മളെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങളും സാരങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഓരോരുത്തും പതറിപ്പോകല്ലേ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം വായിക്കുന്നു, പറയുന്നു, വായിച്ചേ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞ്. കണ്ടോ, സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തൊക്കെ കർത്താവിന്റെ നാമത്തിൽ കർത്താവിനോട് ചെയ്ത ഒരു സമ്പത്തുണ്ട്. ഹല്ലേലൂയ. അത് അപ്പച്ചല്ലിൽ ചെയ്യുന്നവർക്ക് അവിടെ അത് കാണും. ഹല്ലേലൂയ. ആരെല്ലാം വിശ്വസ്തയോടെ, ആരെല്ലാം ദൈവഭാഗത്ത് ആ ദൈവ കൃപയോടെ നിന്ന് ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ ജീവനിൽ ആരെല്ലാം ചെയ്യുന്നുവോ അതിന് ഉറപ്പായിട്ടൊരു സമ്പത്ത് അവിടെ കാണും. ഹല്ലേലൂയ. അത്ര വിലയാണ് യേശുവിനെ ഉയർത്തുക എന്ന് പറയുന്നത്, അത്ര വിലയാണ് അപ്പന്റെ വേല എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഞാൻ പറയാ, ഒരു ജോലിയെക്കാൾ ഏറ്റവും ഉയർന്നൊരു ജോലി ഉണ്ടെങ്കിൽ യേശു മാത്രം കർത്താവെന്ന് വിളിച്ചു പറയുന്ന ജോലിയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയലും മഹാപ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രതിഫല സ്വർഗത്തിലുണ്ട്. പാട്ടുകാരൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, എൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, എൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, എൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുത ആവശ്യം പറഞ്ഞ് എത്രവർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ദൈവ ഇഷ്ടം എനിക്ക് ചെയ്യണം, ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. അതിനെന്ത് വേണം? സഹിഷ്ണുത എനിക്ക് വേണം. കർത്താവേ, സഹിഷ്ണുത ഉണ്ടെങ്കിൽ ഇത് പ്രാപിക്കാൻ പറ്റത്തുള്ളപ്പാ. അന്ന് സഹിഷ്ണുതയാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ കേൾക്കുന്ന പൈതലെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരും. അടുത്ത വരി വായിച്ചേ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, കാരണം എന്താ, ഇനി എത്രയും അല്പകാലമേ ഉള്ളൂ കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വേഗം വരും. വരുവാനുള്ള കർത്താവ് വേഗം വരാറായി. അടുത്ത വരി. താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം. കണ്ടോ, പിന്മാറാൻ പാടില്ല. പിന്മാറുന്നവരിൽ ആർക്ക് പ്രസാദമില്ല? എന്റെ ദൈവത്തിന് പ്രസാദമില്ല. ഒരിക്കലും പിന്മാറിപ്പോകില്ല. പ്രതികൂലങ്ങൾ ഒരു പക്ഷേ പ്രതികൂലത്തിലൂടെ പോകേണ്ടി വരും, പ്രശ്നത്തിലൂടെ പോകേണ്ടി വരും. നമ്മൾ ഈ പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും പ്രശ്നത്തിലൂടെ പോകുമ്പോഴും പ്രതികൂലമല്ല അവസാനം എന്ന് ഓർത്തോളണം. ഈ പ്രതികൂലമൊന്നും അല്ല നമ്മുടെ അവസാനം. നമുക്കൊരു നിത്യതയുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്. കർത്താവ് തന്റെ മക്കളെ ചേർപ്പാൻ വേഗം വരുമെന്ന് മറന്നു പോകരുത്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ താൽക്കാലികമായ ജീവിതത്തിന്റെ അപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഒരുക്കപ്പെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർന്ന യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നെന്നുകൊണ്ട് പറയുകയാണ്, മക്കളെ ഞാൻ നിനക്കുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രശ്നം കണ്ട് പേടിക്കാതെ, നിന്റെ പ്രശ്നത്തെക്കാൾ നിന്റെ പ്രതിസന്ധിയേക്കാൾ ഞാൻ ഏറ്റവും വലിയവനത്രേ. എന്നെ കേൾക്കുന്ന പൈതൽ അടുത്ത വാക്യം, അടുത്ത അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നിടത്ത് അതിനല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്ത വരി. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് പരിമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന വിശ്വാസം
വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം എന്തോന്നാ സൃഷ്ടിക്കപ്പെട്ടു? വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അടുത്ത് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിന്റേതിലും, കണ്ടോ, ഹാബേൽ ദൈവത്തിന് കൈയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. പ്രതികൂലം ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. കയ്യിന് ഹാബേലും 2 മക്കളാണ്, ഒരു അപ്പന്റെ മക്കളാണ്. അവർ ജീവിക്കുമ്പോൾ ഒരുത്തൻ ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിച്ചു. പ്രതികൂലം വന്നു. അവസാനം എന്ത് ചെയ്തു? സഹോദരൻ അവനെ കൊന്നു. എന്നിട്ടും അവൻ ആരാധനയോടെ അപ്പന്റെ അടുക്കലേക്ക് കയറിപ്പോയി. എന്നിട്ടും അവർ തളർന്നു പോയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രതികൂലം കണ്ടാൽ നീ പേടിക്കല്ലേ. അതിന് കോളം വലുത് യേശു അപ്പനത്രേ. പ്രശ്നത്തെക്കാൾ വലുത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഇവിടെ ഇതാ കണ്ടോ, അവസാനം വരെയും ആ പൈതൽ ദൈവത്തിനായിട്ട് നിന്നു. ആമേൻ. അവസാനം വരെയും എൻ്റെ അപ്പൻ മഹത്വമായി മാറി. ഇന്ന് ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച പൈതലെ, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവൻ. യേശു പറഞ്ഞു, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ പ്രതികൂലം കാണുമ്പോൾ, കണ്ട് പേടിച്ച് പ്രശ്നം കാണുമ്പോൾ ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല, ഇന്ന് ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്നല്ല പറഞ്ഞിരിക്കേണ്ടത്. പ്രതികൂലം കാണുമ്പോൾ ഇതിനേക്കാളും വലിയവനാകുന്ന കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രതികൂലത്തെക്കാൾ വലിയവനായ യേശുവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. അടുത്ത ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. കണ്ടോ, ദൈവം അവന്റെ വഴിപാടിന് എന്ത് ചെയ്തു? സാക്ഷ്യം കൽപ്പിച്ചു. അടുത്ത മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ച ശേഷവും വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ രക്തം സംസാരിച്ചാൽ അതിനേക്കാളും ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. ആരുടെ രക്തമാ? യേശു ക്രിസ്തുവിന്റെ രക്തം. പറഞ്ഞേ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. പാപത്തെ പോക്കുന്ന രക്തം. ആമേൻ. ഹാബേലിന്റെ രക്തം പാപത്തെ പോക്കാൻ പറ്റുന്ന രക്തമല്ല, എന്നാൽ യേശുവിന്റെ രക്തം പാപത്തെ പോക്കാൻ പറ്റുന്ന രക്തം. പറഞ്ഞേ, യേശുവിന്റെ രക്തം പാപത്തെ കഴുകി ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാൻ പറ്റുന്ന രക്തമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തമേ ഉള്ളൂ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തം ഇന്നും ജീവിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. അത് ഏത് പാപിയെയും നിത്യതയ്ക്ക് യോഗ്യതയുള്ള പൈതലാക്കി മാറ്റുവാൻ ആ രക്തത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. കണ്ടോ, ഹാനോക്കിന്റെ ജീവിതത്തിനകത്തും പ്രതികൂലങ്ങൾ ഉണ്ടായി. അപ്പന് വേണ്ടി ആരാധിച്ചപ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. എന്നാൽ ഹാനോക്ക് തളർന്നു പോയില്ല. അപ്പൻ കൂടെ അങ്ങ് യാത്ര ചെയ്തു. പാട്ടുകാരൻ പാടിയതുപോലെ, യാത്ര ചെയ്യും ഞാൻ ക്രൂസ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരയ്ക്കും ജീവൻ വച്ചിടും രക്ഷകനായി. ഹല്ലേലൂയ. അന്നമ്മമാവൻ പാടി, പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും അപ്പൻ അടിച്ചിറക്കിക്കോട്ടെ, അമ്മ അടിച്ചിറക്കിക്കോട്ടെ, അതിന് കോള് വലുതാണ് യേശു. ഹല്ലേലൂയ. ആ സഹോദരി യേശുവിനെ യഥാർത്ഥമായി വലിയവനായി കണ്ടതുകൊണ്ടാണ് ആരടിച്ചിറക്കിയിട്ട് എന്ത് ചെയ്യാത്തത്? പതറാത്തത്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ, നിങ്ങളുടെ രക്തബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, കൂട്ടുകാരൊക്കെ ഒരുപക്ഷെ പരിഹസിച്ചെന്ന് പേടിക്കല്ലേ. അവിടെയൊക്കെ പറയണ, യാത്ര ചെയ്യും ഞാൻ. ഈ മകളെ അങ്ങ് അടിച്ചിറക്കി എല്ലാം വാരി ഇട്ട് കത്തിച്ച് ആ മകൾ അടിച്ചിറക്കിയിട്ട് നിനക്കിനി ഈ വീട്ടിനകത്ത് സ്ഥാനമില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, അപ്പൻ അടിച്ചിറക്കിയിട്ട് കുഴപ്പമില്ല, അതൊന്നും വിഷയമല്ല. ഇവിടെ 80 or 90 വയസ്സ് വരെ ഉള്ളൂ. പക്ഷെ അവക്കറിയാം, അല്ലെങ്കിൽ സ്വർഗം അടിച്ചിറക്കി വാതിൽ പൂട്ടിയപ്പോൾ, ഇവിടെ അടിച്ചിറക്കി വാതിൽ പൂട്ടിയാലൊന്നും ഒരു വിഷയവും ഇല്ല. എന്നെ കേൾക്കുന്ന പൈതലെ, കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ പതറല്ലേ, ഉട്ടയല്ലേ, തളരല്ലേ, നിന്ന് പറയട്ടെ, പരിഹസിക്കട്ടെ, ദുഷിക്കട്ടെ. ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി കന്നത്തടിയേറ്റ, കാർക്ക് ചുത്തുപ്പലേറ്റ യേശുവിനെ മാത്രം നോക്കിയാൽ മതി. ഹല്ലേലൂയ. യേശുവിനെ മാത്രം നോക്കിയിട്ട് പറ, ആ യേശു എനിക്കുണ്ട്, സാരമില്ല. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ 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 നീറും ദുഃഖങ്ങൾ, നിസാരമാ നാളെ വരുന്ന ഓ മഹിമ ഓർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന ഓ മഹിമ ഓർത്താൽ ഇന്നൻ ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ.
സകല പുകഴ്ചയും സകല മഹത്വവും സകല ആരാധനയും സ്വീകരിപ്പാൻ യോഗ്യനാണ് എൻ്റെ യേശു ക്രിസ്തു. ആ യോഗ്യതയുള്ള യേശുവിനെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്കിന് പ്രശ്നമുണ്ടായിരുന്നു, പ്രതികൂലം ഉണ്ടായിരുന്നു, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവൻ പ്രതിസന്ധികളെ വകവയ്ക്കാതെ എൻ്റെ അപ്പൻ്റെ കൂടെ നടന്നു. ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയല്ല വലുത്, യേശു അത്ര വലുത്. യേശുവിൻ്റെ കരം പിടിച്ച് യേശുവിൻ്റെ കൂടെ നടക്കാമെങ്കിൽ ഒരു ദിവസം യേശുവിനോടൊപ്പം അങ്ങ് കയറി പോകാം. ഇന്ന് എത്ര പേര് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ യേശുവിൻ്റെ കരം പിടിച്ചാണ് നടക്കുന്നത്. ഞാനൊരു ദിവസം എൻ്റെ യേശുവിൻ്റെ അടുക്കൽ കയറി പോകും. ആർക്കും എന്നെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, ആർക്കും എന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല, ആർക്കും എന്നെ ആരൊക്കെ ഇവിടെ ലോകത്തിൽ ഉപേക്ഷിച്ചാലും ശരി, എനിക്ക് എന്നെ ഉപേക്ഷിക്കാത്ത, എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന, എന്നെ കണ്ണീരൊപ്പുന്ന, എന്നെ ഏത് സാഹചര്യത്തിനകത്തും എൻ്റെ കൂടെ കയറി വന്ന് എന്നെ രക്ഷിക്കുന്ന ഒരു സ്നേഹിതനാകുന്ന യേശുവുണ്ട്. ആരൊക്കെ തള്ളിപ്പറയുമ്പോഴും തള്ളിപ്പറയാതെ എൻ്റെ അടുക്കൽ വരുന്ന ഒരു യേശുവുണ്ട്. അപ്പവും ചുട്ട് ആമേൻ മീനുമായി കാത്തു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ യേശു എൻ്റെ രക്ഷകനാകയാൽ ഇവിടെ ഞാൻ ഒന്നിനെ കുറിച്ചും പതറുകയില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച്. ഹാനോക്ക് പ്രതികൂലമുണ്ടായി, പ്രശ്നമുണ്ടായി, തളർന്നില്ല. പ്രശ്നമുണ്ടാകും. കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ പ്രശ്നമെല്ലാം തീരുമെന്നാണോ? അല്ല. പ്രതിസന്ധി എല്ലാം തീരുമെന്നാണോ? അല്ല. പ്രതികൂലം എല്ലാം തീരുമെന്നാണോ? അല്ല. പ്രതികൂലം ഇല്ലാത്തൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമാണോ? അല്ല. പ്രതികൂലങ്ങളെ തരണം ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തിൽ കയറി പോകണം. പ്രശ്നങ്ങളെ തരണം ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തിൽ കയറി പോകണം. അടുത്ത വാക്യം വായിച്ചേ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. കണ്ടോ? എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അടുത്ത വരി. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസത്താൽ പ്രസാദിപ്പിക്കണം. വിശ്വാസത്തോട് ആയിരിക്കണം. അടുത്ത വരി. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പകൽക്കാലം ആരൊക്കെ പറയും എൻ്റെ അടുക്കൽ ദൈവമുണ്ട്? പറഞ്ഞേ. എൻ്റെ അടുക്കൽ യേശുണ്ട്. പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. എൻ്റെ അടുക്കൽ യേശുണ്ട്. ഞാൻ യേശുവിൻ്റെ അടുക്കലാണ് വന്ന് പറഞ്ഞേ. യേശു എൻ്റെ അടുക്കലുണ്ട്. പറഞ്ഞേ. യേശു കർത്താവ് എൻ്റെ അടുക്കലുണ്ട്. പറഞ്ഞേ. യേശു കർത്താവ് എൻ്റെ അടുക്കലുണ്ട്. പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. യേശു കർത്താവ് എൻ്റെ അടുക്കലുണ്ട്. ആ കർത്താവിനെ കാണാനാണ് ഞാൻ വന്നത്. ആ കർത്താവിൻ്റെ വചനം കേൾക്കാനാണ് ഞാൻ വന്നത്. ആ ഇമ്പസ്വരം കേട്ട് കർത്താവിൻ്റെ മഹത്വമായി മാറാനാണ് ഞാൻ വന്നത്. എൻ്റെ അടുക്കൽ എൻ്റെ യേശു ഉണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. ഒന്നുകൂടെ വാക്യം വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അടുത്തവൻ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്. ഇന്ന് അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? ധൈര്യത്തോടെ പറ. ഞാൻ ഇന്ന് എൻ്റെ യേശുവിനെ അന്വേഷിക്കും. എൻ്റെ യേശുവിനെ തൊട്ട് പിടിച്ചയക്കും. ഇന്നോട്ട് എൻ്റെ കുടുംബത്തിനകത്ത് പറഞ്ഞേ. വായി തുറന്ന് പറഞ്ഞേ. ഇന്നു മുതൽ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ഏറ്റവും ഈസഡ് മേഖലയ്ക്കകത്ത് എൻ്റെ യേശു ഇറങ്ങി വന്ന് തൊട്ട് അത്ഭുതം ചെയ്യും. ഉറപ്പാണ്. ഞാൻ വന്നത് യേശുവിൻ്റെ അടുക്കൽ. പറഞ്ഞേ. യേശുവിൻ്റെ അടുക്കൽ വന്ന് ആരെങ്കിലും തള്ളിക്കളഞ്ഞ സഹോദരങ്ങളില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് ആരെയും തള്ളിയില്ല, ആരെയും ഉപേക്ഷിച്ചില്ല. എല്ലാവരും ചേർത്ത് പിടിച്ച ഒരാളുണ്ടെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഏത് പാപിയെയും ചേർത്ത് പിടിച്ചു. മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ഓ, നീ പാപം ചെയ്തല്ലോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകൂലേ? പക്ഷേ യേശു ക്രിസ്തു അങ്ങനെയല്ല. പാപം ചെയ്തപ്പോഴും യേശു ക്രിസ്തു അവരെ വീട്ടിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അതാ എൻ്റെ യേശു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നോക്കിയേ. അപ്പന് 2 മക്കളുണ്ടായിരുന്നില്ലേ? അമ്മ 2 മക്കളിൽ ഒരു മകൻ എല്ലാം കയ്യിൽ നിന്നെല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിപ്പോയില്ലേ? പോയി ആ ദൂരദേശക്ക് യാത്രയായി. എല്ലാ സമ്പത്തും പോയി. നല്ല സമ്പത്ത് കയ്യിലുണ്ടായിരുന്നു ഇല്ലേ? എല്ലാം വിറ്റുപറക്കി നല്ല ധനാഢ്യനായിരുന്നവനാണ് ആ പയ്യൻ. പക്ഷേ പുള്ളി എന്ത് ചെയ്തു? ഈ സമ്പത്ത് കൊണ്ട് പോയി വിറ്റെല്ലാം നശിപ്പിച്ചു, പാപം ചെയ്ത് തീർത്തു. എന്നാൽ അപ്പൻ കാത്തിരിക്കുകയാണ്. മകൻ എല്ലാം അടിച്ച് തീർക്കുമ്പോഴും അപ്പൻ അവിടെ കാത്തിരിക്കുകയാണ്. എന്തോന്ന്? എൻ്റെ പിള്ള വരും. ഇതാണ് എൻ്റെ യേശു. നീ നിന്റെ ജീവിതത്തെ, നിന്റെ സമ്പത്തിനെ, നിന്റെ സമാധാനത്തെ, നിന്റെ സകലത്തെയും നശിപ്പിക്കുമ്പോഴും നിന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ അപ്പനും നീയെ, അമ്മയും നീയെ, യേശുവേ. എല്ലാം നീയെ യേശുവേ. അപ്പനും നീയെ, അമ്മയും നീയെ, യേശുവേ. എനിക്കെല്ലാം നീയെ, എല്ലാം നീയെ, യേശുവേ. അപ്പനും നീയെ, അമ്മയും നീയെ, യേശുവേ. എനിക്കെല്ലാം നീയെ, എല്ലാം നീയെ, യേശുവേ. അപ്പനും നീയെ, അമ്മയും നീയെ, യേശുവേ. എനിക്കെല്ലാം നീയെ. ഹല്ലേലൂയ. അപ്പനും അമ്മയും എല്ലാം ആരാ? യേശു കർത്താവ്. അതൊന്നിനെ കുറിച്ചും പതറണ്ട. ആര് മാറ്റി വിടുമ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ യേശു അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. നോക്കിയേ. ഒരു സഹോദരി കല്ലെറിഞ്ഞ് ആരുടെ അടുത്ത് കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം ജനങ്ങളെല്ലാം കല്ലെറിഞ്ഞു. പക്ഷെ കല്ലെറിയാത്ത ഒരാളെ ഉള്ളൂ. അതാരാ? കല്ലെറിയാത്താരാ? യേശു. കുറ്റപ്പെടുത്താതാരാ? പറ.
നോക്കിയേ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണം എന്താ? കുറ്റപ്പെടുത്താത്ത, തള്ളിക്കളയാത്ത, തള്ളി പറയാത്ത, പോ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാത്ത ഒരപ്പനാണ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ല നമ്മുടെ കഴിവോ മിടുക്കോ ബലമോ ശക്തിയോ പദവിയോ ഒന്നുമല്ല. നമ്മളെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനാണ് ആര്? യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ അപ്പൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്? അപ്പച്ചൻ പറയും, മക്കളെ ഞാൻ ചോദിക്കട്ടെ, അപ്പൻ്റെ ഇളയ മകൻ ദൂരെ ഓടി, എന്തിനാ അപ്പൻ കാത്തിരിക്കുന്നത്? അപ്പച്ചന് വേറെ ജോലിയില്ലേ? വേറെ മക്കളെ ചേർത്ത് പിടി. അപ്പച്ചൻ പറയും, എന്ത് പറയുന്നറിയും? ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? യേശുപ്പച്ച, എന്തുകൊണ്ടാണ് അപ്പച്ച ഇത്രയും പാവിയായി പോയ ആളിനെ വീണ്ടും കർത്താവ് ചേർത്ത് പിടിക്കാൻ കാത്തിരുന്ന് ചോദിച്ചാൽ പറയും, നിനക്കറിയണോ, എൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെട്ട് എന്നെ മുഴുവനും കൊടുത്ത്, എൻ്റെ രക്തവും കൊടുത്ത്, എൻ്റെ ജീവനും കൊടുത്ത്, എനിക്ക് അത്രയ്ക്ക് അവനോട്, എനിക്ക് അത്രയ്ക്ക് അവളോട് ഇഷ്ടമാകയാൽ ഞാനിത് ചെയ്തു. അവൾ പോയി എങ്കിലും, അവൻ പോയി എങ്കിലും ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് അവനെ സ്നേഹിക്കുന്നു, അവളെ സ്നേഹിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പിള്ള എൻ്റെ അടുത്ത് തന്നെ വരും. നിനക്ക് മനസ്സിലായോ? ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പറയുകയാണ്, മക്കളെ നീ എൻ്റെ അടുത്ത് തന്നെ വരും, കാരണം നിനക്ക് വേണ്ടി കൂടെ ഞാൻ മരിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, നമുക്ക് വേണ്ടി മരിച്ച യേശു പറയും, നീ മാറിപ്പോയപ്പോഴും നിൻ്റെ അടുത്ത് ആരുണ്ടായിരുന്നു? യേശുപ്പം തൊട്ടടുത്ത്. മാറിപ്പോയപ്പോഴും ആരുണ്ട്? മാറിപ്പോയപ്പോഴും ആരുണ്ട്? യേശു തൊട്ടടുത്തുണ്ട്. മാറി നീങ്ങിപ്പോയപ്പോഴും ഒരു തെളിവ് പറഞ്ഞ് മാറിപ്പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞത് അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചപ്പോഴും കൂടെ നിന്ന് ഒരുപാട് വചനമുണ്ട്. ഒറ്റ വചനം അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അല്ലേ? ഹല്ലേലൂയ. ഇവൻ മാറിയത് കാറ്റ് കണ്ടോ? ഹല്ലേലൂയ. ഇതുപോലെ പഴയ നിയമത്തിൽ പുതിയ നിയമം ഒരുപാട് ഭാഗത്ത് പോകുമ്പോൾ എൻ്റെ കർത്താവ് തൊട്ടടുത്ത്. അവർ കണ്ടില്ല, അവരടുത്ത് ആരുണ്ടായിരുന്നു? യേശുപ്പൻ ഉണ്ടായിരുന്നു. അവരറിഞ്ഞില്ല, അപ്പോഴും യേശു കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ മാറിപ്പോകുമ്പോഴും നമ്മളെ പ്രിയപ്പെട്ടവരെ നീ തൊലഞ്ഞ് തീർന്ന് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞ് അവരങ്ങ് വിടും. ഒരു അപ്പൻ 5 മക്കളുണ്ടെങ്കിൽ ഒരാൾ നേരെ 4 മോശമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരാൾ മോശമെന്ന് വെച്ചോ, എനിക്ക് 4 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മറ്റേനങ്ങ് വിടും. എന്നാൽ യേശുപ്പൻ അങ്ങനെയല്ല. കോടി ഉണ്ടെങ്കിലും അതിൽ ശരിയാകാത്തതിൻ്റെ പുറകെ പോകും. ശരിയാകാത്തതിൻ്റെ പുറകെ നോക്കേ. അതാണ് ഞാനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ഞാനാണെങ്കിൽ ഉള്ളതിനെ നേരെയാക്കാൻ നോക്കും. യേശുപ്പൻ ഉള്ളത് അവിടെ നിൽക്കട്ടെ, ഓടി പിന്മാറിപ്പോയതിൻ്റെ അടുത്ത് കൂടെ നടന്ന് അവരെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. ഹല്ലേലൂയ. ആ യേശുപ്പച്ചൻ പറയും, 99 വിട്ടിട്ട് 1 പുറകെ പോയില്ലേ? അപ്പൻ്റെ ഇളയ മകൻ എല്ലാം നശിപ്പിച്ചപ്പോൾ അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? വാളവരെ കിട്ടാതായപ്പോഴും ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. ഇനി ഇവൻ മടങ്ങി വരാൻ തീരുമാനം എടുത്തപ്പോൾ അടുത്ത് ആരുണ്ടായിരുന്നു? ഇവൻ പറഞ്ഞു, ഇല്ലേ? എന്താ പറഞ്ഞേ? ഈ വാളവരെയും കിട്ടിയില്ലേ, ഇനി എന്തായാലും ഞാൻ എവിടെ പോകും? എൻ്റെ തീരുമാനം എടുത്തിട്ട് ഇവിടെ ഇരുന്നല്ല, തീരുമാനം എടുത്ത് അവൻ ഇറങ്ങി. തീരുമാനം എടുത്തു, അവൻ അവിടെ ഇറങ്ങി, അവിടെ നിന്നില്ല. നേരെ വന്നപ്പോൾ അപ്പോൾ തീരുമാനം എടുത്തപ്പോഴും ദൈവം അടുത്തുണ്ടായിരുന്നു. ഇനി തീരുമാനം കഴിഞ്ഞ് മടങ്ങി അവൻ വന്നപ്പോഴോ ദൈവം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു? വീട്ടിൽ. ഇവൻ വരുമ്പോൾ ഇവനെ സ്വീകരിപ്പാൻ, ഇവന് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ പ്രാണപ്രിയൻ കരത്തിൽ വെച്ചുകൊണ്ട്, വൈദ്യരെ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്ന് ഒന്നും കൂടെ ചേർത്ത് പിടിക്കാൻ, ഒന്നും കൂടെ അപ്പം തരാൻ, ഒന്നും കൂടെ വറുത്ത മീൻ തന്ന് നിന്നെ പുഷ്ടിയോടെ, നിന്നെ ബലത്തോടെ, വന്നതും പോയതും എല്ലാം പോട്ടെ, ഇനി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് മാറോടണച്ച് അപ്പൻ തരാത്ത, അമ്മ തരാത്ത, പ്രിയപ്പെട്ട തരാത്ത സ്നേഹം തന്ന് നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളൊരപ്പൻ ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ പറ, ഞാൻ ഈ പള്ളിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് യേശുവുണ്ട്. ദൈവത്തിൻ്റെ അടുത്താണ് ഞാൻ വന്നത്. ആ ദൈവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ കൈക്കകത്തിരിക്കുകയാണ്. നമ്മുടെ ആരൊക്കെ കാണുന്നുണ്ട്? നമ്മുടെ വചനം ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? കാണാതെ വിശ്വസിക്കണം, കാണാതെ വിശ്വസിക്കണം. വചനം കാണാതെ വിശ്വസിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയോ. പറഞ്ഞേ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയോ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ വിശ്വാസത്താൽ അറിയുന്നു ഞാൻ യേശുവിൻ്റെ കൈക്കകത്തിരിക്കുകയാണ്. ആ സാന്നിധ്യത്തിനകത്ത് ഞാൻ മറഞ്ഞിരിക്കുകയാണ്. ശത്രുവിന് ഒരിക്കലും എന്നെ തൊടാൻ പറ്റത്തില്ല, പ്രശ്നത്തിന് ഒരിക്കലും മുക്കിക്കൊല്ലാൻ പറ്റത്തില്ല. ഈ പ്രശ്ന നടുവിൽ നിന്നും എൻ്റെ കർത്താവിനെ സ്നേഹിച്ച് മാറോട് ചേർത്ത് വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരി കല്ലെറിഞ്ഞ് കൊണ്ടുവന്നപ്പോഴും കല്ലെറിയത്ത ഒരാളെ വിടുതരാ യേശു ക്രിസ്തു. ഒരു പാപവും ഇല്ലാത്ത ആളെന്ത് ചെയ്തില്ല?
പാപമുള്ള ആൾ കല്ലെറിഞ്ഞപ്പോൾ പാപമില്ലാത്ത യേശു കല്ലെറിഞ്ഞില്ല. പാപമുള്ളവർ വളരെ അവോയ്ഡ് ചെയ്യുമ്പോൾ പാപമില്ലാത്ത യേശു ആരെയും തള്ളിക്കളഞ്ഞില്ല. കണ്ടോ, ചേർത്ത് പിടിച്ചു. ഇന്ന് ഇതിനകത്തും അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജാതി രാജാവ്, തള്ളിക്കളയാത്ത ഒരു കർത്താവ് ഇന്ന് നമ്മുടെ ആരാധനാലയത്തിനകത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ആ കർത്താവ് നമ്മൾ തള്ളിക്കളയുന്നവനല്ല, നമ്മൾ ഉപേക്ഷിക്കുന്നവനല്ല, നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവത്രേ. ഹാനോക്ക് അപ്പനോട് കൂടെ നടന്നു. അപ്പൻ കർത്താവിൻ്റെ അടുക്കലേക്ക് പോയി. അടുത്ത വചനം പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലുണ്ടെന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് കർത്താവ് അത്ഭുതം ചെയ്യുമെന്നും വിശ്വസിക്കണം. വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നല്ല. അടുത്ത വരി. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞേ. എൻ്റെ ദൈവം ഉണ്ട് പറഞ്ഞേ. എൻ്റെ ദൈവം ഉണ്ട് പറഞ്ഞേ. ഈ പള്ളിക്കകത്ത് എൻ്റെ അടുക്കൽ എൻ്റെ യേശു ഉണ്ട്. എന്നെ മുഴുവൻ അറിയുന്ന യേശു ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസംഗം കേട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗം കേട്ടില്ലേ? എത്രാമത്തെ കാളയെന്നും എത്ര കാളയുണ്ടെന്നും കാളയുടെ വയസ്സ് എത്രയായെന്നും ഒക്കെ അറിയുന്നൊരു ദൈവമാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും A to Z. നമ്മൾ ആരോടും പറയാത്ത കാര്യങ്ങൾ ആർക്കറിയാം? യേശുപ്പച്ചൻ അറിയാം. നമ്മൾ പറയാതെ രഹസ്യമായി വെച്ചിരിക്കുന്ന ആർക്കറിയാം? യേശുപ്പച്ചൻ അറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാം അറിയാന്നുള്ള യേശുപ്പച്ചൻ നമ്മൾ അടുക്കൽ നിൽക്കുകയാണ് പ്രിയരെ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. അതത് സമയത്ത് നമുക്കെല്ലാം ചെയ്തു തരുക യേശു ക്രിസ്തു മതിയാവനാണ്. അടുത്തവര് വായിച്ചേ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ല. കണ്ടോ, ഒരു പ്രതിഫലമുണ്ട്. അടുത്തവരി. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഭയഭക്തി നിമിത്തം ഒരു പെട്ടകം തീർത്തു. കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഭയഭക്തി നിമിത്തം എന്ത് ചെയ്തു? ഒരു പെട്ടകം തീർത്തു. അടുത്ത വരി. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോ കർത്താവ് നോവയ്ക്ക് അറിയത്തില്ല, എന്നിട്ടും കർത്താവ് പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഇന്ന് നമുക്ക് പലതും അറിയത്തില്ല. കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവ് എന്ത് പറയും പേടിക്കണ്ട. എല്ലായിടത്തും നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവ് യേശു ക്രിസ്തുവുണ്ട്. ഒന്നിനെ കുറിച്ച് പതറണ്ട. പ്രതികൂലങ്ങൾ നടുവിലൂടെ പോകുമ്പോഴും പൈതലെ ഒരുപാട് പേര് പ്രതികൂലത്തെ ജയിച്ച് അപ്പൻ്റെ രാജ്യത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതികൂലവും പ്രശ്നവും കണ്ട് പതറല്. ഒരുപാട് മക്കൾ കർത്താവിന് വേണ്ടി നിന്നു രക്തസാക്ഷികളായി പോയവരുണ്ട്, അല്ലാതെ പോയവരുണ്ട്. ഒരുപാട് കർത്താവിൻ്റെ മക്കൾ കർത്താവിനായിട്ട് ഓട്ടം തികച്ചു പോയ ഒരു ഓട്ടക്കളം നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളത് ഒന്നും കണ്ട് പേടിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന വിശ്വാസം വേണം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ചു. എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ. അവൻ എവിടേക്ക് പോകുന്ന അറിയത്തില്ല. ദൈവം വിളിച്ചത് മാത്രം അറിയാം. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വരികയില്ലവനെന്നെ വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ലവനെന്നെ വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്ക് യേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ യേശു എൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ യേശു എൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ യേശു എൻ്റെ അരികിലുണ്ട്. ആമേൻ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ യേശു എൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ആരുണ്ട്? യേശുണ്ട്. പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ വേദനയ്ക്കകത്തും എൻ്റെ ദുഃഖത്തിനകത്തും എൻ്റെ ഈ പ്രശ്നത്തിനകത്തും രാത്രി ഉറങ്ങാൻ പോലും പറ്റാതെ മനസ്സ് വിഷമിക്കുന്ന തിരിപ്പുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല. എവിടെ നിന്നാലും തീ, എവിടെ പോയാലും തീ, എവിടെ ഇരുന്നാലും തീ, ഏത് ഭാഗത്ത് പോയാലും തീ. ഭക്ഷണം എടുത്തു വച്ചാൽ അകത്ത് തീ, എന്തൊക്കെ ചെയ്താലും തീ. തീയോടെ ഇരിക്കുമ്പോഴും യേശു പറയും, മക്കളെ നിൻ്റെ ആ തീ ഞാൻ അറിയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ നിന്നെ
നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിനക്ക് വേണ്ടി ഈ തീച്ചൂളക്കകത്ത് ഇറങ്ങി വന്ന് എൻ്റെ ആശ്വാസം ഞാൻ നിന്റെ മേൽ പകരും, എൻ്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകരും, എൻ്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരും, എൻ്റെ ബലം ഞാൻ നിന്റെ മേൽ പകരും, എൻ്റെ അഭിഷേകം ഞാൻ നിന്റെ മേൽ പകരും, എൻ്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകരും. നീ ധൈര്യത്തോടെ മുന്നോട്ട് പോ. ഹല്ലേലൂയ. നീ പ്രയാസപ്പെടണ്ട. ആ തീച്ചൂളക്കകത്താണ് കിടക്കുന്ന ഒരു അനുഭവമാണ് നിന്റെ ജീവിതത്തിനകത്തെങ്കിലും പാട്ടുകാരൻ പാടി, ഈ രീതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഈ രീതിയിൽ കരടിച്ചു പഠിക്കേ, അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. ഓ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കാനും. യേശു നിന്റെ കൂടെ ഉണ്ട്, എന്തിനാ സങ്കടപ്പെടുന്നേ? ഞാൻ തകർന്ന് തരിപ്പണമായി നീ ഭാരപ്പെടുന്ന എന്തിന്? കർത്താവുണ്ട്. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരാ? ഇതിനെല്ലാം പരിഹാരമുണ്ട്. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. അവൻ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ. ഏതൊക്കെ പ്രതിസന്ധിയിലിരിക്കുമ്പോഴും എൻ്റെ അപ്പച്ചൻ പറയും, മക്കളെ ഭാരപ്പെടണ്ട, ഞാനെല്ലാം നിനക്ക് മാറ്റിത്തരാം. ഞാൻ നിൻ്റെ അടുത്തുണ്ട്, നീ പേടിക്കാതെ, നീ ധൈര്യമായിട്ടിരി, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ മുട്ടുമടക്ക്, ദൈവസന്നിധി മുട്ടുമടക്കാൻ തുടങ്ങ്. നീ മുട്ടുമടക്കിയേ തീരൂ. നീ മുട്ടുമടക്കുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ വരും. ഗിദെയോന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം, ഓ മോശയുടെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം, അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം, പുതിയ നിയമസഭയ്ക്കകത്ത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം, അവന്റെ ഹൃദയം അറിഞ്ഞ ദൈവം, അവന്റെ ഇരിപ്പറിഞ്ഞ ദൈവം. അതെ, ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം അറിഞ്ഞ്, നിന്റെ ഇരിപ്പ് സാധ്യതയും സാഹചര്യം അറിഞ്ഞ് നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഒന്നിനെ കുറിച്ച് നീ പതറണ്ട. ഈ സങ്കടങ്ങൾ, ഈ ഭാരങ്ങൾ എല്ലാം അഴിച്ചു മാറ്റിയിട്ട് പറ, ഞാൻ ധൈര്യത്തോടെ വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ യേശു ഉണ്ട്. എൻ്റെ യേശു എന്നെ കൈവിടുകയില്ല. എല്ലായിടത്തും എന്നെ ഉപേക്ഷിക്കാതെ, എന്നെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പതറിപ്പോകത്തില്ല. ഈ പ്രതികൂലങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം നീങ്ങിപ്പോകും, ഈ പ്രതിസന്ധികൾ നീങ്ങിപ്പോകും. എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവം ചെയ്തു തരും. എൻ്റെ ഭവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരും. എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരും. അടുത്ത വാക്യം വായിച്ചേ. വിശ്വാസത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ആര്? അബ്രഹാം. വിശ്വാസത്തിൽ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ഓ, എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിൽ പല കൂടാരങ്ങൾ, പല ഭവനങ്ങളിലുമാണ് നമ്മൾ പാർക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇവിടെ പാർക്കുന്നത്? എഴുതിയിരിക്കും താഴെ. ഒന്നുകൂടെ വായിച്ച വരി. നോക്കിയേ, നമ്മൾ ആരാണ്? അന്യദേശത്താണ് പാർക്കുന്നത്. നമുക്ക് എന്തല്ല, എത്ര ഏക്കർ ഉണ്ടെങ്കിലും അന്യദേശമാണ്. ഇതൊന്നും നമ്മുടേത് അല്ല, അന്യദേശമാണ്. അന്യദേശത്ത് പാർത്ത്. അടുത്ത് അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം നമുക്ക് എന്താണ് അറിയേണ്ടത്? മക്കളെ, ഈ ഭൂമിയിൽ നമ്മൾ പരദേശികളാകിയാൽ നമ്മൾ യേശുവിൻ്റെ ജനത്തോട് കൂടെ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം കൂടാരമടിച്ച് ഭവനങ്ങൾ പാർത്ത് ആരാധിച്ച് തുതിച്ച് വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ച് മറ്റൊരു ഭവനത്തിനായി കാത്തിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പാപത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, ജഡത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, അന്ധകാര ശക്തികളെ ജയിച്ച് ആ കർത്താവിനായി കാത്തിരിക്കണം. അടുത്ത ഒരു വായിച്ചേ.
ആരാണ് ശില്പി? ദൈവം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ കാത്തിരുന്നു. അടുത്ത് കണ്ടോ, നമുക്ക് സ്വർഗത്തിലൊരു വീടുണ്ടല്ലേ? എൻ്റെ കർത്താവ് വെച്ചിരിക്കുകയല്ലേ വീട്. ആ വീട്ടിലൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടും പറന്നിടുവാൻ ഓ ഉലക സുഖം ഓ വേണ്ടേ. പഠിക്കേ മനുഷ്യമാനം വേണ്ടെനിക്ക്. ഓ ഉലക ആരെന്നെ ഉയർത്തി പറഞ്ഞതിൽ കുഴപ്പമില്ല. മനുഷ്യമാനം വേണ്ടെനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ബലം ലഭിച്ചാൽ മതി എനിക്ക്. ഓ പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. ഓ പ്രിയൻ വരുമ്പോൾ ആരൊക്കെ പറയും? കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആ പ്രിയന്റെ കൊട്ടാരം എനിക്ക് ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് പ്രാപിച്ച് വേണം ഈ ഭൂമിയിൽ ആയിരിക്കാൻ. ഇവിടെ ഉള്ളതെല്ലാം താൽക്കാലികമാണെന്ന് നമ്മൾ ഉറച്ചോളണം. ആ വരി ഒന്നുകൂടെ വായിച്ചേ. ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പനായി കാത്തിരുന്നു. ഇവിടെ എന്തോ ഉണ്ടാകട്ടെ, എന്തോ ഇല്ലാകട്ടെ, നമ്മുടെ കാത്തിരിപ്പ് ആർക്ക് വേണ്ടിയാ? യേശുവിന് വേണ്ടി. കണ്ടോ, ഈ കാത്തിരിപ്പിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കയറും. പേടിക്കല്ലേ, കാത്തിരിപ്പാരാ? യേശുവിനെയാ. ഈ കാത്തിരിപ്പിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നം വരും. ഈ പ്രശ്നത്തെ അവിടെ നിർത്തിയിട്ട് പറയണം, പ്രശ്നമേ അവിടെ നില്ലേ, ഞാൻ ഒരാളിനെ കാത്തിരിക്കുക. എൻ്റെ കാത്തിരിപ്പ് കർത്താവിന് വേണ്ടിയാ. എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മണവാളന് വേണ്ടിയാ. 10,000 സുന്ദരനാകുന്ന യേശുവിന് വേണ്ടിയാ. ഓ രാജാതി രാജാവിന് വേണ്ടി ഇതുപോലൊരു മണവാളൻ, ഇതുപോലൊരു ശ്രേഷ്ഠൻ, ഇതുപോലൊരു സുന്ദരൻ, ഇതുപോലെ ഒരു ആരോഗ്യ ദൃഢഗാത്രൻ ആരുമില്ല. ആ യേശുവിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ടോ, ആ പഴയ വിശുദ്ധന്മാർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അവര് ദൈവശില്പിയായി നിർമ്മിച്ചതിന് വേണ്ടി എന്ത് ചെയ്തു? കാത്തിരുന്നു. അടുത്ത വരി വായിച്ചേ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വാസത്താൽ എന്ന് എണ്ണുകയായി. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ കാത്തിരിക്കണം. എന്തോന്നാ വിശ്വാസത്താൽ? എൻ്റെ കർത്താവ് വരും, ഞാൻ എൻ്റെ അപ്പനോടൊപ്പം കയറി പോകും. അതിനകത്ത് വെച്ച് ഇവിടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് വേണ്ടി ചെയ്ത് തരും. അത് ഉറപ്പാണ്. ഞാൻ അങ്ങനെ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ബാക്കി എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ധൈര്യത്തോടെ പറ, എൻ്റെ കാത്തിരിപ്പ് എൻ്റെ അപ്പന് വേണ്ടി ആകിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ ഉടയവൻ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച ഒരു ഉടയവനുണ്ട്. ആ ഉടയവൻ ബാക്കിയെല്ലാം എന്ത് ചെയ്യും? നോക്കിക്കൊള്ളും. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ളത് അപ്പനും അമ്മയും കരുതുമില്ലേ? ചോദിക്കുമ്പം കൊടുക്കോ, ചോദിക്കാതെ കൊടുക്കോ? നിങ്ങളെല്ലാവരും രാവിലെ കാപ്പി കൊടുക്കുന്നു, ചോദിക്കുമ്പോൾ മാത്രമേ അവൻ കഴിച്ചില്ലെന്ന് വെച്ചോ? കഴിച്ചില്ല. രാവിലെ 10 മണി വരെ ഒന്നും ചോദിച്ചില്ല, കഴിച്ചില്ല. നിങ്ങൾ പോയി ചോദിക്കത്തില്ലേ? കാപ്പി കുടിക്കുന്നില്ലെന്ന് ചോദിക്കൂല്ലേ? ചോദിക്കുമോ? അതെ, ചോദിക്കുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നല്ല അല്ലേ? ദൈവത്തിന് സ്തോത്രം. രാവിലെ തുടങ്ങി നമ്മൾ വിളി കൊടുക്കും, പലിശകളും കൊണ്ട് പോകും. പിന്നെ എൻ്റെ ഇങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടുന്നതല്ല എൻ്റെ സ്വർഗം കരുതുമില്ലേ? ഉറപ്പായിട്ട് കരുതുമില്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കും. പൈതലെ, നീ വ്യത്യസ്തമായ തീച്ചുകളുടെ അനുഭവത്തിലായിരിക്കും ഇരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കിടക്കുന്നതായിരിക്കാം. പല വിഷയങ്ങളായിരിക്കാം. കുടുംബത്തിനകത്ത് സ്വസ്ഥത ഇല്ലാതായിരിക്കും നീ വന്നത്. നിന്റെ തലമുറകളെ ഓർത്ത് കലയുന്നതായിരിക്കാം. ഭർത്താവിനെ ഓർത്ത് കലയുന്നതായിരിക്കാം. കുടുംബത്തിനകത്തുള്ള അംഗങ്ങളെ ഓർത്ത് നീ തകരുന്നതായിരിക്കാം. മക്കളെ ഓർത്ത് കലങ്ങുന്നതായിരിക്കാം. പേടിക്കണ്ട, അറിയുന്നൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ണീര് ഒപ്പുന്ന ഒരു കർത്താവിനകത്ത് വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തക്ക സമയമാകുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്ന ഒരു കർത്താവിനകത്ത് വന്നിട്ടുണ്ട്. ഒന്നിനെ കുറിച്ചും പതറണ്ട. പിന്നെ ആർക്കായി കാത്തിരുന്നോളൂ? അപ്പനായി കാത്തിരുന്നോളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ.
വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ, വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ, പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. നോക്കിയേ, നിങ്ങളുടെ ശക്തിയല്ല നോക്കേണ്ടത്, എൻ്റെ നിങ്ങളുടെ ബലവും കഴിവും അല്ല നോക്കേണ്ടത്. എന്നോട് വാഗ്ദത്തം ചെയ്ത് ദൈവത്തിന്റെ ബലം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എന്നോട് വാഗ്ദത്തം ചെയ്ത ആര്? യേശുവല്ലേ പറഞ്ഞത്? മക്കളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞത് ആരാ? യേശുവല്ലേ പറഞ്ഞേ? ആണോ? നിനക്ക് വേണ്ടി ഭവനം ഒരുക്കിയിരിക്കുന്നു പറഞ്ഞത് ആരാ? യേശുവല്ലേ പറഞ്ഞേ? അപ്പൊ എന്നെ നോക്കുമ്പോൾ കുഴപ്പമായിട്ട് കാണും അല്ലേ? പക്ഷെ ഞാൻ എന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തെ നോക്കണം. ഹല്ലേലൂയ. എന്നോട് വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും ഞാൻ മാറിയാലും തൂക്കിയെടുത്തായിരുന്നാലും സ്വർഗത്തിൽ കൊണ്ടുപോകും. നിങ്ങൾക്ക് പിടി കിട്ടിയോ? കാരണം എന്താ? കാരണം പറ. കാരണം പറ. കാരണം എന്താ? കർത്താവ് മരിച്ചെന്നെ നേടി വെച്ചിരിക്കുക. കർത്താവ് വാക്ക് പറഞ്ഞിട്ട് തള്ളി ഉപേക്ഷിക്കത്തില്ല. ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ടെന്ന് വെച്ചാലും കർത്താവ് അവിടെ വന്ന് നിന്ന് വാ മക്കളെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് വേണ്ട അപ്പാ നിന്നെ എന്ന് പറഞ്ഞാലും അപ്പച്ചൻ വിടൂല. ഇതാണ് അതല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ പിന്മാറി പോയത് നോക്കി, എത്ര പ്രാവശ്യം നമ്മൾ എല്ലാവരും ഓരോരുത്തരും നോക്കി എത്ര പ്രാവശ്യം വീണ് പോയതാ. വീണ്ടും വന്ന എന്തുകൊണ്ടാ പറ? അടുത്ത ആരുണ്ടായിരുന്നു? യേശു അപ്പച്ചനുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? വലിച്ചു തൂക്കിയെടുത്ത് വീണ്ടും പള്ളിക്കകത്ത് കൊണ്ടുവന്നിരുത്തി. യേശുവിൻ്റെ സ്നേഹം നോക്കിയേ. നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നോക്കിയേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയില്ലേ? മാതാപിതാക്കൾ അറിയും. അങ്ങനെയെങ്കിൽ സർവശക്തനാകുന്ന ദൈവം, കർത്താവാകുന്ന യേശുവിനെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. അതത് സമയമാകുമ്പോൾ എല്ലാ വഴിയും തുറന്ന് നമുക്ക് തരേണ്ടതെല്ലാം ദൈവം തരും. പതറിപ്പോകല്. ഉറച്ചു നിന്നാൽ അത്ഭുതം കാണും. എങ്ങനെ? ഉറച്ചു നിന്നാൽ അത്ഭുതം കാണും. ഉറച്ചു നിന്നാൽ അതിശയം കാണും. ഉറച്ചു നിന്നാൽ അടയാളം കാണും. അടുത്ത വരി വായിച്ചേ. അതുകൊണ്ട് ഒരുവനെ മൃതപ്രായനാവിന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. കണ്ടോ എന്ന് പറഞ്ഞാൽ അബ്രഹാം നോക്കിയത് പ്രായം ചെന്ന വൃദ്ധന്റെ ശരീരമല്ല, പ്രായമായ ഭാര്യയുടെ ശരീരമല്ല നോക്കിയത്, വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തെയാണ് നോക്കിയത്. ഇതിനകത്തിരിക്കുന്ന മക്കളെ, നമ്മളെ സ്വർഗത്തിൽ ഇപ്പം വിളിച്ചതാരാ? ദൈവം. ആ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. ആരൊക്കെ ഉറപ്പിച്ചു? ആ ദൈവം എന്നെ കൊണ്ടെത്തിക്കും. ഞാൻ എവിടെ വീണുപോയാലും നിലംപരിചാകാൻ വിടത്തില്ല. ഞാൻ തകർന്നു പറഞ്ഞേ, ഞാൻ തകർന്നു. ചിലപ്പോൾ ഞാൻ വീണു പോയാലും നമ്മൾ വീണ് പോകും ചിലപ്പോഴല്ലേ. പറഞ്ഞേ, ഞാൻ വീണ് പോയാലും എന്നെ നിലം പരിചാകാൻ വിടാത്ത എൻ്റെ ദൈവം, എന്നെ കർത്താവ് കാണുന്നുണ്ട്. ആ കർത്താവ് തൂക്കിയെടുത്ത് എന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. പറഞ്ഞേ, ഈ ദൈവം മതിയായവൻ. ഈ ദൈവം പറഞ്ഞേ, ഈ ദൈവം മതിയായവൻ. പറഞ്ഞേ, അബ്രഹാം നോക്കിയത് ആരെയല്ല? ആമേൻ, അവനെ അല്ല, അബ്രഹാമിനെ അല്ല, സാറയെ അല്ല. രണ്ടുപേരെ നോക്കിയ മക്കൾ കിട്ടത്തില്ല. പക്ഷെ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ നോക്കിയപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ വാക്കല്ല, അവളുടെ വാക്കല്ല, എൻ്റെ ശരീരമല്ല, അവരുടെ ശരീരമല്ല, ലോകത്തിൻ്റെ കണ്ടുപിടുത്തമല്ല, ശാസ്ത്രലോകം ഞങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നതല്ല, സകലത്തെ സൃഷ്ടിച്ച ദൈവം നിന്നോട് എന്ത് പറയുന്നു? കർത്താവ് എന്താ പറഞ്ഞേ? മക്കളെ, ഞാൻ നിന്നെ എൻ്റെ അടുത്ത് ഇരുത്താന്ന്. കരമടിച്ചൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളെ ഞാൻ എൻ്റെ അടുത്ത്. അപ്പുറത്തുള്ള അയൽക്കാരെന്താ പറഞ്ഞേ? ഇവിടെ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ലെന്നല്ലേ പറഞ്ഞേ? വീട്ടുകാരും നാട്ടുകാരെല്ലാം ഒരുമിച്ച് പറഞ്ഞെന്താ? നീ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല, നരകത്തിൽ തന്നെ പോകുന്നല്ലേ പറഞ്ഞേ? യേശു പറഞ്ഞതാണോ ശരി? അവർ പറഞ്ഞാണോ ശരി? അപ്പൊ ആരെ വിശ്വസിക്കണം? എല്ലാം സാധ്യം, എല്ലാം സാധ്യം. ഹല്ലേലൂയ. എല്ലാം സാധ്യം, എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ നഷ്ടമോ വിടുതൽ നൽകിയിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിയിടും നാഥൻ. എൻ്റെ ദൈവത്താലല്ല സാധ്യം, എൻ്റെ ദൈവത്താലല്ല സാധ്യം, എൻ്റെ ദൈവത്താലല്ല സാധ്യം, എൻ്റെ ദൈവത്താലല്ല
ഹല്ലേലൂയ. എല്ലാം സാധ്യമായ ദൈവത്തിന് മുമ്പിലാണ് ആരിയിരിക്കുന്നത്? ഞാനും നിങ്ങളും ഇരിക്കുന്നു. ഇനി ഇവർ ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും. നോക്കിയേ, ഇവരൊക്കെ എന്തോന്നാ പറഞ്ഞേ? നമ്മളൊക്കെ എന്തോന്നാ പറയുന്നത്? നമ്മൾ പലതിലൊക്കെ കെട്ടി ഇറുക്കി പിടിച്ചിരിക്കുക, വിടൂല, ഞാൻ പിടിച്ചിരിക്കുന്നു. പക്ഷെ ഇവരെന്തോന്നാ പറഞ്ഞേ? ഞങ്ങൾ അന്യർ. കണ്ടോ ഇന്നത്തെ തലമുറ അന്നത്തെ തലമുറ വ്യത്യാസം കണ്ടോ? അന്നുള്ള ദൈവമക്കൾ പറഞ്ഞത് പരദേശികൾ ഞാൻ, ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം, ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശമാഞ്ചനം. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശമാഞ്ചനം. ഹല്ലേലൂയ. അപ്പോ അന്നത്തെ കാലത്തുള്ള ദൈവമക്കൾ പറഞ്ഞെന്തോന്നാ? പരദേശികളാണ്, ഭാഗ്യശാലികളാണ്, ഇതുപോലൊരു ജാതിയില്ല, ഞങ്ങൾ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇന്ന് നമ്മൾ പറയുന്നത് എന്തോന്നാ? പരദേശി അന്നായിരുന്നു, ഇപ്പം നമുക്കുള്ളത് ഇവിടെ, ഇവിടെ തന്നെ കാണുന്നു. നോക്കി, അതല്ലേ നമ്മളെ ജീവിതവും സംസാരവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഇവിടെ കാണുമെന്നാണ് നമ്മളെ ചിന്ത. പ്രിയരല്ല, പരദേശികളാണ്. അടുത്ത വരി. തങ്ങൾ അന്യരും പരദേശികളും എന്ന്, തങ്ങൾ അന്യരാണ് പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ എന്ത് ചെയ്തു? മരിച്ചു. വിശ്വാസത്തിൽ എന്ത് ചെയ്തു? മരിച്ചു. എങ്ങനെ അന്യനാണ്, പരദേശിയാണ്, അതുകൊണ്ട് എൻ്റെ വീട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് മരിച്ചെവിടെ പോയി? അതിൻ്റെ അർത്ഥം എന്താ? ഞാനിവിടെ അന്യയാണ്, ഇവിടെ പരദേശിയാണ്, എൻ്റെ വീട് ഇവിടെ അല്ല, സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് ഇവിടെ കണ്ണടച്ച് മരിച്ചെവിടെ പോയി? നേരെ സ്വർഗത്തിൽ കയറി പോയി. കണ്ടോ, അതാണ് വിശ്വാസം. അടുത്ത വാക്യം വായിച്ചേ. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന്. നമുക്കൊരു പിതൃദേശമുണ്ട് കേട്ടോ. അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു ഒരു പിതൃദേശമുണ്ട് നമുക്ക്. അടുത്ത വരി. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. കണ്ടോ, വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ. ഒന്നുകൂടെ വായിച്ച വരി. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. കണ്ടോ, നോക്കിയേ, അവര് ഇനിയിപ്പോ കളഞ്ഞിട്ട് വന്നതിനെ തിരിച്ച് എടുക്കാൻ പോയിരുന്നെങ്കിലോ? തിരിച്ചതിൽ തന്നെ. പക്ഷെ ഇപ്പൊ അവരാരെ നോക്കിക്കൊണ്ടിരിക്കുക? നിങ്ങൾക്ക് മനസ്സിലായോ? അവർ വിട്ടതിനെയല്ല നോക്കുന്നത്, ഇപ്പം ആരാ? വിളിച്ച ദൈവത്തെ. കണ്ടോ, വിട്ടതിനെ അങ്ങ് വിട്ടു. ഇനി ഞാൻ നോക്കേണ്ടത് യേശുപ്പനെ. കണ്ടോ, യേശുപ്പൻ്റെ രാജ്യത്ത് നമുക്ക് ഭവനമുണ്ട്. നമ്മൾ അവിടത്തുകാരാണ്, ഇവിടത്തുകാരല്ല. നമ്മൾ ആരാണ്? അവിടുത്തെ ആളാണ്. അവിടുത്തെ. അടുത്ത വരി വായിച്ചേ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ. അധികം നല്ലതും ഏതാണ്? സ്വർഗീയമായതാണ്. ഏറ്റവും നല്ലത് ഏതാ? സ്വർഗീയമായതാണോ ഭൂമിയിലുള്ളതാണോ? സ്വർഗീയമായത്. അപ്പം നമ്മൾ ഓടുന്നത് ഭൂമിയിലുള്ളതിന് വേണ്ടിയാണോ സ്വർഗീയമായതിനു വേണ്ടിയാണോ? സ്വർഗീയമായതിനു വേണ്ടി. ഒന്നുകൂടെ വായിച്ചേ. അവരോ അധികം നല്ലതിനെ തന്നെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഒന്നുകൂടെ വായിച്ച വരി. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവർ ലജ്ജയില്ല. നമുക്ക് ആർക്കെങ്കിലും ലജ്ജയുണ്ടോ? അവർ ലജ്ജിച്ചില്ല. ഇന്ന് പകൽക്കാല ധൈര്യത്തോടെ പറയണം, എനിക്കൊരു ഭവനമുണ്ട്, സ്വർഗമാണ്. ആ സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ട മക്കളാണ് ഞാനും നിങ്ങളും. എന്നെയും നിങ്ങളെ മുഴുവനും അറിയുന്നൊരു കർത്താവാണ് നമ്മുടെ യേശുപ്പച്ചൻ. യോഹന്ന സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാമോ? കുറച്ച് ഭാഗം. യോഹന്ന സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് യേശുക്രിസ്തു പറയുകയാണ് ഒരു മനുഷ്യനെ കുറിച്ച്. യോഹന്ന സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. അടുത്ത വരി. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. തന്റെ അടുക്കൽ വരുന്നത്
യേശു കണ്ടു. ഇതുപോലൊരു വാക്യം, വേറൊരു വാക്യമുണ്ട്, പറഞ്ഞേ. ഒരുപാട് വാക്യമുണ്ടല്ലോ, ഒന്നെങ്കിലും പറഞ്ഞേ. മോശ മുൾപ്പടപ്പിൻ്റെ അടുക്കലേക്ക് വരുന്നത് യഹോവ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നദനയേൽ, ഒന്നുകൂടെ വായിച്ച വരി. നദനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. നദനയേൽ കടന്നു വരുന്നത് യേശു കണ്ടു. അടുത്ത വരി. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ. കണ്ട ഉടനെ പറഞ്ഞു, ഇവൻ സാക്ഷാൽ നീനകത്തിരിക്കുന്ന എന്നെ നിങ്ങളെ കർത്താവ് കാണുമ്പോൾ പറയണം, മക്കളെ നീ കപടമുള്ള ആളല്ല. നീ എൻ്റെ പിള്ളയത്രേ. നീനകത്ത് ഇവിടെ പരദേശികളെ നോക്കിക്കൊണ്ട്, ഇവിടെ ഞാൻ ഏതുമല്ല അന്യരാണെന്ന് പുറത്തുകൊണ്ട് സ്വർഗത്തിന് കാത്തിരിക്കുന്ന പൈതലെ, നിന്നെ കാണുമ്പോൾ യേശു ഇത് തന്നെ പറയും. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല നിന്റെ കണ്ണ്, നിന്റെ നോട്ടം, നിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. നിന്റെ ലക്ഷ്യം യേശു ആയിരിക്കാൻ ഒന്നിനെ കുറിച്ച് പതറണ്ട. ഒരു ദിവസം രാജാതിരാജാവ് തൻ്റെ മണവാട്ടിയെ ചേർപ്പാൻ മധ്യകാശം വരും. നമ്മൾ അപ്പച്ചനോടൊപ്പം കയറി രാജാതിരാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി പോകും. പിന്നെ ദുഃഖമില്ല, കണ്ണുനീരില്ല, നെടുവീർപ്പില്ല, വേദനയില്ല, നിരാശയില്ല, നിലവിളിയില്ല, രോഗമില്ല, പ്രതികൂലമില്ല. ആ സന്തോഷ ഭവനത്തിലാണ് നമ്മൾ പോകാൻ കാത്തിരിക്കുന്നത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. നദനയേൽ യേശുവിന്റെ അടുക്കൽ വരുന്നത് കണ്ട്. അടുത്ത വരി. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ. ഇതാരാ പറഞ്ഞേ? യേശു. അടുത്ത്. ഇവനിൽ കപടമില്ല, ഇവനിൽ കപടം ഇല്ല. അടുത്ത് എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വരി. നദനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, എവിടെ വെച്ച് അറിയും? നദനയേൽ അന്തം വിട്ടുപോയി. കർത്താവേ, എങ്ങനെ അറിയാം എന്നെ? അടുത്ത വരി. ചോദിച്ചതിനെ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ. ഫിലിപ്പോസ് നിന്നെ വിളിച്ചില്ലേ മക്കളെ? നിന്നെ ഫിലിപ്പോസ് വിളിച്ചപ്പോഴല്ലടാ ഞാൻ കണ്ടേ, അതിന് മുമ്പേ നിന്നെ കണ്ടു. ഗലാത്യരിൽ പറയുന്നു, അമ്മയുടെ ഉദര 1-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. മക്കളെ, നിന്നെ ഇന്നും ഇന്നലെയല്ല കണ്ടത്, നീ ജനിക്കും മുമ്പേ നിന്നെ കണ്ട ദൈവം ഇന്ന് നിന്റെ അടുത്ത് നിൽക്കുക. ഇന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട. നീ അത്തിയുടെ കീഴിൽ ഇരിക്കും മുമ്പേ. വായിച്ചേ ആ വരി ഒന്നുകൂടെ വായിച്ചേ. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അടുത്ത വരി. നദനയേൽ അവനോട് റബ്ബി നീ ദൈവപുത്രൻ. അപ്പോഴാണ് അവൻ പറയുന്നത്, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, ഇസ്രായേലിന്റെ. അടുത്ത ക്രൂശിൽ എവിടെ എഴുതി വെച്ച് എന്തെന്നാ? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇതാരായി നദനയേൽ വെളിപ്പെടുത്തി കൊടുത്തത്? നീ ഇസ്രായേലിന്റെ രാജാവ്. കണ്ടോ, അതുവരെ പറയാത്ത വാക്ക് ആത്മാവ് വെളിപ്പെടുത്തി. കണ്ടോ? അപ്പൊ വരി ഒന്നുകൂടെ വായിച്ചേ. നദനയേൽ അവനോട്, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. അവൻ യേശുവിൽ കാണേണ്ടത് കണ്ടു. ഇന്ന് പകൽക്കാല ആലയത്തിലും നമ്മളെ യേശുവിനെ കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിടുതലോടെ പോകും. അടുത്ത വാക്യം കൂടെ വായിച്ചേ. യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതിനകത്തിരിക്കുന്ന പൈതലെ, നീ വലുത് കാണാൻ പോകുകയാ. ഇതുവരെ കണ്ടതല്ല. അവര് അന്യര് പരദേശി എന്ന് പറഞ്ഞ് കർത്താവിനായി കാത്തിരുന്നു. ആ കാത്തിരുന്ന മക്കൾ വലിയ നന്മ കണ്ടു. അങ്ങനെയെങ്കിൽ നദനയേലോട് ദൈവം പറഞ്ഞു, മക്കളെ, നീ ഇതുവരെ കണ്ടതല്ല, നീ എന്നെ കണ്ടത് മാത്രമല്ല, നീ ഇതിൽ വലുതും ഇനി ഉള്ളതും നീ കാണാൻ പോകുന്നു. നീ ഇതുവരെ കണ്ടതല്ല, ഇനി ഇതിനേക്കാൾ വലുത്. ഒന്നുകൂടെ വായിച്ചേ വരി. യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതിനേക്കാൾ വലിയത് കാണും. അടുത്ത് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത്. ഇന്ന് ഇതിനകത്ത് അനേകർക്ക് കർത്താവ് കാണിച്ചു തരാൻ പോകും. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ. ആർക്കൊക്കെ വേണം? ദൈവദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. മതി, നിങ്ങൾ കാണാൻ പോകുക. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എവിടുന്ന്? സ്വർഗത്തിൽ.